നമുക്ക് നേടണം, പാവങ്ങളെ സഹായിക്കണം, എതിർക്കാൻ വരുന്നവരെ വെട്ടണം. ഞാൻ കോടതി കയറി, അടുത്ത ദിവസം കേസ് മാറ്റി വെച്ചു, മറ്റന്നാൾ ജാമ്യം എടുക്കാൻ പോവാ. ഞാൻ കോടതി കയറില്ല ഈ സംഘാടക സമിതി, താഴത്തങ്ങാടി സംഘാടക സമിതി ഓർത്തു. അച്ഛാ കോടതി കയറില്ല, നാണക്കേടാ. ഞാൻ എന്തിനാ നാണം കെടുന്നേ? നാണമില്ലേ? പിന്നിൽ നിന്ന് കളിക്കാതെ മുന്നിൽ നിന്ന് കളിക്കുക. അച്ഛാ മുന്നിലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു കുമരക ജനത എന്റെ പിന്നിലുണ്ട്. നിക്കിയുടെ സൗണ്ട് കേട്ടു. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ രോമാഞ്ചമായിട്ടുള്ള നമ്മുടെ അച്ചായന്റെ സൗണ്ട് കേൾക്കാനാണ്. അതിനു മുമ്പ് ഇവർക്ക് രണ്ടുപേർക്കും നമുക്കൊരു ബൊക്കെ കൊടുത്താൽ ഒഫീഷ്യൽ ആയിട്ടൊരു സ്വാഗതം കൊടുത്താലോ? അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒഫീഷ്യൽ ആയിട്ട് ബൊക്കെ നൽകുന്നതിനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് ശ്രീ ഷിനൽ കുര്യൻ, ജനറൽ മാനേജർ ഓഫ് അച്ചായൻസ് ഗോഡ്. പ്ലീസ് വെൽക്കം. അടിച്ച് എന്നെത്ര മടി. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തത് നമ്മളുടെ അച്ചായൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ തുടിപ്പ് തന്നെയാണ് അച്ചായൻ എന്ന് പറയുന്നത്. മലയാളികൾക്ക് യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ട. മലയാളികളെ അത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരു മുഖം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അച്ചായ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ എന്റെ 37ാമത്തെ ഷോറൂം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഷോറൂമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൂടിയത്. അതായത് 37 ഷോറൂം നടത്തിയ 37ാമത്തെ ഷോറൂമിലാണ്, കറുകച്ചാലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിയത്. 38 കുമരക എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു, ആളുകളുടെ കാര്യം പറയണ്ട, ഏറ്റവും കൂടുതൽ ആളുകൾ. പക്ഷെ ഇത്ര അധികം സ്നേഹിക്കുന്നവരുണ്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുമരകങ്ങാട് ഓരോ എന്നാ പറയാ സ്നേഹത്തിലും ഓരോ കാര്യങ്ങൾക്കും, അമ്പലമായാലും പള്ളിയായാലും വള്ളംകളിയായാലും ഒപ്പം നിന്നവനാണ് ഞാൻ. അത്രയേറെ എന്നെ സ്നേഹിക്കുന്നു. എല്ലാ ജില്ലക്കാരും സ്നേഹിക്കുന്നു, ഇല്ലെന്നല്ല, അത്രയേറെ കുമരകക്കാർ എന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ക്രിമിനൽ കേസ്, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഒരു കേസ്, അല്ലെങ്കിൽ കോടതി ഒരു കേസ് ഉണ്ടാക്കി തന്ന ഒരേ ഒരു സ്ഥലമാണ് കുമരകം. നമ്മളെ തളരാൻ പറ്റുമോ? കേസുണ്ടെന്ന് പറഞ്ഞ ഞാൻ കോടതി കയറി, അടുത്ത ദിവസം കേസ് മാറ്റി വെച്ചു, മറ്റന്നാൾ ജാമ്യം എടുക്കാൻ പോവാ. ഞാൻ കോടതി കയറില്ല ഈ സംഘാടക സമിതി, താഴത്തങ്ങാടി സംഘാടക സമിതി ഓർത്തു. അച്ഛാ കോടതി കയറില്ല, നാണക്കേടാ. ഞാൻ എന്തിനാ നാണം കെടുന്നേ? എന്റെ കുമരകം ജനതയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ കോടതി കയറുന്നേ. ചോദിച്ചവരോടൊക്കെ ഓരോരുത്തരും വന്ന് പരിചയപ്പെടുമ്പോ അച്ഛാ എന്താ ഇവിടെ? ഞാൻ എന്റെ വള്ളംകളിക്ക് കേസായി, തടഞ്ഞിട്ട് കേസായി. തടഞ്ഞിടും. ഇനി ആര് കളിച്ചാലും കുമരകാരെ തോപ്പിക്കാരും നോക്കണ്ട, കോട്ടയംകാരെ തോപ്പിക്കാൻ നോക്കണ്ട, നമ്മൾ തടഞ്ഞിടും. അത് ആരാന്ന് വെച്ചാലും. പക്ഷെ ആ സംഘാടക സമിതിയോട്, താഴത്തങ്ങാടി സംഘാടക ബോട്ട് ക്ലബ്ബ് സമിതിയോട് പറയാണ്, നാണമില്ലേ? പിന്നിൽ നിന്ന് കളിക്കാതെ മുന്നിൽ നിന്ന് കളിക്കുക. അച്ഛാ മുന്നിലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു കുമരക ജനത എന്റെ പിന്നിലുണ്ട്. 50 സെന്റ് എനിക്ക് കുമരകത്ത് മേടിച്ചാൽ ഈ വള്ളംകളിക്ക് ഓടിക്കുക കോടികൾ എനിക്ക് തിരിച്ചു വിടും. അതായത് 50 സെന്റ് മേടിക്കാൻ പറ്റുമായിരുന്നു എനിക്ക് കുമരകത്ത്. 50 സെന്റ് മേടിക്കാനല്ല, അല്ലെങ്കിൽ 1/2 ഏക്കർ മേടിക്കാനല്ല ഞാൻ നോക്കിയത്. കുമരകങ്ങളുടെ ഓരോ ചിരി, ഓരോ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് നിന്ന്. അതിന്റെ പേര് എനിക്ക് ആദ്യമായിട്ട് ക്രിമിനൽ കേസ്. സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നല്ലേ, ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ തടഞ്ഞാലും ഈ കോട്ടയം ജില്ലക്കാരൻ ഞാൻ ഒപ്പം ഉണ്ടാവും. നമുക്ക് നേടണം, പാവങ്ങളെ സഹായിക്കണം, എതിർക്കാൻ വരുന്നവരെ വെട്ടണം. ആ വെട്ടല്ല, തള്ളി മാറ്റണം. നമുക്കൊപ്പം നിന്ന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളാണ് എന്റെ ശക്തി, എന്റെ ബലം. കേസല്ല, അവരെന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ആ കോടതിയിൽ എല്ലാം പോയി അച്ചായൻ നേരിടും. എന്നാലും അവിടെ കാല് പിടിക്കാൻ പോവില്ല. കാരണം നമ്മൾ കോട്ടയംകാര്, എന്നാ പറയാ, കോട്ടയംകാര് ധൈര്യമുള്ളവരല്ലേ? നേടണ്ടേ? തോക്കാൻ പറ്റുമോ? ക്രിമിനൽ കേസല്ല, കോടതിക്കാരനെ തോക്കാൻ പറ്റുമോ? അച്ഛനുണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണം ഞാൻ തരും. അമ്പലമായാലും പള്ളിയായാലും എന്തായാലും ഞാനൊപ്പം ഉണ്ടാവും. നന്ദി. 6 5 what a man 4 3 കഴിഞ്ഞ 2 ഫ്ലാഷ് മതി സ്പോട്ട്ലൈറ്റ് വേണ്ട. ഓക്കെ 3 2 1 യെസ്.
Alright, thank you so much everyone. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നിഖി ഇന്നത്തെ ദിവസം ഗംഭീരാക്കി നമ്മളോടൊപ്പം ഇത്രയും നേരം അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഒരു ചാച്ച കൊടുത്താലോ? ചാച്ച കൊടുക്കാം. താങ്ക് യു സോ മച്ച് നിഖി. എല്ലാ തിരക്കിനിടയിലും ഞങ്ങളുടെ ഈ ദിവസം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് പ്ലീസ് ബൈ.